സുഗന്ധങ്ങളാ ഉയരുവാൻ സ്തോത്ര തരംഗങ്ങളാ എൻ സ്തുതി തന്നിൽ സുഗന്ധങ്ങളാ ഉയരുവാൻ സ്തോത്ര തരംഗങ്ങളാ. പലതരത്തിലുള്ള നിയമങ്ങൾ നാം അനുസരിക്കാറുണ്ട്. നമ്മുടെ സുരക്ഷിതത്വത്തിനും പൗരന്മാർ എന്ന നിലയിലുള്ള നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഒരു നല്ല ജീവിതം നയിക്കുന്നതിനുമൊക്കെ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. നിയമങ്ങൾ പാലിക്കാത്തവർക്ക് അതതിന്റെ ശിക്ഷകളും അനുഭവിക്കേണ്ടി വരും. ഇസ്രായേൽ ജനത്തിന് മോശയിൽ കൂടി ദൈവം പ്രമാണങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും നൽകിയിരുന്നു. പുറപ്പാട് പുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും അത് എഴുതിയിട്ടുണ്ട്. എന്നെന്നും പാലിക്കേണ്ട 10 കൽപ്പനകൾ അതിന്റെ കേന്ദ്ര ബിന്ദുവാകുന്നു. മൊത്തത്തിൽ അവർക്ക് 613 കൽപ്പനകൾ പ്രമാണിക്കേണ്ടിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാലങ്ങൾ കഴിയുന്തോറും ജനങ്ങൾ പ്രമാണം വിട്ട് തെറ്റിപ്പോയി. അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവത്തെ മറന്നുകളഞ്ഞ് അന്യ ദൈവങ്ങളെ സേവിച്ച് പാപം ചെയ്തു. ദൈവജനത്തെ വിഗ്രഹാരാധന, അശുദ്ധി ഇവയിൽ നിന്ന് മോചിപ്പിക്കുവാനും അനുസരിക്കാത്തവർക്ക് ശിക്ഷയുണ്ടെന്ന് അറിയിക്കുവാനും മനം തിരിയുന്ന ഒരു ചെറിയ ശേഷിപ്പിലൂടെ എല്ലാവരെയും രക്ഷയ്ക്കും വീണ്ടെടുപ്പിനുമായി മശിഹ വരുമെന്ന് വിളംബരം ചെയ്യുന്ന ശുശ്രൂഷകളാണ് യെശയ്യാവ്, യിരെമ്യാവ് മുതലായ പ്രവാചകന്മാർ ചെയ്തുകൊണ്ടിരുന്നത്. യിരെമ്യാ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഈ നിയമത്തിൻ വചനങ്ങളെ കേട്ടനുസരിക്കാത്ത മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ദൈവം യിരെമ്യാവിൽ കൂടെ യഹൂദ ജനങ്ങളോട് അരുളി ചെയ്ത വാക്കുകളാണിത്. And say to them, thus says the Lord God of Israel, cursed is the man who does not obey the words of this covenant. ആവർത്തന പുസ്തകം 27-ന്റെ 26-ാം വാക്യത്തിലും ഇത് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ന്യായപ്രമാണം മുഴുവനായി അനുസരിക്കുവാൻ മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന്. യേശു കർത്താവ് ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി ആ ശാപം ഏറ്റെടുത്തു. മത്തായി 5:17 യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. ന്യായപ്രമാണം അനുസരിച്ച് പാപങ്ങളുടെ പരിഹാരത്തിനായി യഹൂദജനങ്ങൾ യാഗങ്ങൾ അർപ്പിച്ചിരുന്നു. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലായിരുന്നു എന്ന് എബ്രായർ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 10:4 പറഞ്ഞിരിക്കുന്നത്, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. കുരിശിലെ യേശുവിന്റെ പരമയാഗം ന്യായപ്രമാണത്തിന്റെ നിവർത്തീകരണമാകുന്നു. ഗലാത്യർ 2:16 പറഞ്ഞിരിക്കുന്നത്, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല. പിന്നെ പാപിയായ മനുഷ്യൻ എങ്ങനെ നീതീകരിക്കപ്പെടും? യേശു കുരിശിൽ ചൊരിഞ്ഞ രക്തം എന്റെ പാപങ്ങളുടെയും പ്രായശ്ചിത്തമാണെന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുമ്പോൾ യേശു എന്റെ പാപങ്ങൾ ക്ഷമിച്ച് അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കുന്നു. എഫെസ്യർ 2:8 പറഞ്ഞിരിക്കുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സ്നേഹിച്ച് സൗജന്യമായി രക്ഷ നമുക്ക് നൽകിയിരിക്കുന്നു. യേശു കർത്താവ് പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഇതാണ് ക്രൂശിന്റെ വചനം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ഈ വചനങ്ങൾ വിശ്വസിക്കാത്തവരാണ് ശപിക്കപ്പെട്ടവർ. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ഈ ശാപത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, അങ്ങയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളിൽ നിന്നുള്ള ശാപം നീക്കി നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. യേശു ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചതിനാ
തന്റെ രക്തം എന്റെ പേർക്കായി ചൊരിഞ്ഞതിനാ യേശു ക്രൂശിൽ എനിക്കു വേണ്ടി മരിച്ചതിനാ തന്റെ രക്തം എന്റെ പേർക്കായി ചൊരിഞ്ഞതിനാ വീണ്ടെടുപ്പുണ്ട്, വിമോചനമുണ്ട്, അടിപ്പിണരാൽ രോഗസൗഖ്യവും